ഷെയർ മാർക്കറ്റിനെ കുറിച്ച് വലിയ അറിവില്ലാത്ത സാധാരണക്കാർക്കും ദിവസേന മാർക്കറ്റ് വിലയിരുത്താൻ സമയമില്ലാത്ത ജീവനക്കാർക്കും ബിസിനസ്സുകാർക്കും വൻകിട കമ്പനികളിൽ പണം നിക്ഷേപിച്ച് ദീർഘകാലയളവിൽ വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമാണ് ETF അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ബാങ്ക് FD, RD എന്നിവയേക്കാൾ ഉയർന്ന ലാഭം തരാൻ കെൽപ്പുള്ള സുരക്ഷിതമായ ഒരു നിക്ഷേപമാണിത്. പലരും ഇതിനെ മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ടെങ്കിലും ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണം ഫണ്ട് മാനേജർമാർ പല കമ്പനികളിലായി വിഭജിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ദിവസത്തിന്റെ അവസാനം നിശ്ചയിക്കുന്ന ഒരൊറ്റ വിലയിൽ മാത്രമേ അത് വാങ്ങാനോ വിൽക്കാനോ സാധിക്കൂ. എന്നാൽ ETF-കൾ സാധാരണ കമ്പനികളുടെ ഓഹരികൾ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഷെയർ മാർക്കറ്റ് തുറന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തത്സമയ വിലയിൽ അല്ലെങ്കിൽ ലൈവ് പ്രൈസ് ആയിട്ട് തന്നെ നമുക്കത് വാങ്ങാനും വിൽക്കാനും സാധിക്കും. മാത്രമല്ല മ്യൂച്വൽ ഫണ്ടുകളെ നിയന്ത്രിക്കാൻ വലിയൊരു ടീം ആവശ്യമുള്ളതിനാൽ അവയ്ക്ക് ഉയർന്ന ഫണ്ട് മാനേജ്മെന്റ് ചാർജ് നൽകേണ്ടി വരുന്നു. എന്നാൽ ETF-കൾ ഇൻഡെക്സുകളെ, ഉദാഹരണത്തിന് നിഫ്റ്റി 50 പോലുള്ള ഇൻഡെക്സുകളെ അതേപടി ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ചിലവ് വളരെ കുറവാണ്. ചുരുക്കത്തിൽ മ്യൂച്വൽ ഫണ്ടിന്റെ സുരക്ഷിതത്വവും സാധാരണ ഓഹരികളുടെ ലളിതമായ കൈമാറ്റ രീതിയും ഒത്തുചേരുന്നതാണ് ETF. ഒരു കമ്പനിയുടെ മാത്രം ഷെയർ വാങ്ങി റിസ്ക് എടുക്കുന്നതിന് പകരം മാർക്കറ്റിലെ മുൻനിര കമ്പനികളുടെ ഒരു കൂട്ടം സ്റ്റോക്കുകൾ ഒന്നിച്ച് വാങ്ങാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികൾ ഉൾപ്പെടുന്ന നിഫ്റ്റി 50 ETF വാങ്ങുകയാണെങ്കിൽ ഒരൊറ്റ ക്ലിക്കിലൂടെ റിലയൻസ്, TCS, HDFC പോലുള്ള വമ്പൻ കമ്പനികളിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കപ്പെടുകയാണ്. ഒരു കമ്പനിക്ക് തളർച്ചയുണ്ടായാലും മറ്റ് കമ്പനികളുടെ വളർച്ച നിങ്ങളുടെ നിക്ഷേപത്തെ സുരക്ഷിതമായിട്ട് നിലനിർത്തുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വെറും 200 രൂപയ്ക്കോ 500 രൂപയ്ക്കോ പോലും സാധാരണക്കാർക്ക് ഇതിൽ നിക്ഷേപം ആരംഭിക്കാവുന്നതാണ്. നല്ലൊരു ETF തിരഞ്ഞെടുക്കാൻ പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യത്തേത് ഉയർന്ന വോളിയം അല്ലെങ്കിൽ ലിക്വിഡിറ്റി ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് വേഗത്തിൽ വിറ്റ് പണമാക്കാൻ സാധിക്കൂ. രണ്ടാമത്തേത് ട്രാക്കിംഗ് എറർ കുറവായിരിക്കണം. മൂന്നാമതായി ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. തുടക്കക്കാർക്ക് നിഫ്റ്റി 50 ETF-കൾ, സെൻസെക്സ് ETF-കൾ അല്ലെങ്കിൽ സ്വർണത്തിൽ ഡിജിറ്റലായി നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഗോൾഡ് ETF-കൾ എന്നിവ തിരഞ്ഞെടുക്കാവുന്നതാണ്. മൊബൈൽ ഫോണിലെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വഴി വളരെ എളുപ്പത്തിൽ ആർക്കും ഇതിൽ നിക്ഷേപിക്കാം. ദിവസേന മാർക്കറ്റ് ശ്രദ്ധിക്കാൻ കഴിയാത്തവർക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക വെച്ച് SIP മോഡിലും നിക്ഷേപിക്കുന്നത് ദീർഘകാലയളവിൽ വലിയൊരു സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ സഹായിക്കും. ഇന്ത്യൻ വിപണിയിൽ ഇന്ന് നിക്ഷേപകർക്ക് മികച്ച ലാഭം നൽകുന്ന നിരവധി ETF-കൾ ലഭ്യമാണ്. നിഫ്റ്റി 50 ഇൻഡെക്സിനെ പിന്തുടരുന്ന നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി 50 ബീസ്, SBI ETF നിഫ്റ്റി 50, ICICI Prudential നിഫ്റ്റി 50 ETF എന്നിവ മുൻനിര കമ്പനികൾ നിക്ഷേപിക്കാൻ മികച്ചതാണ്. ഇതുകൂടാതെ ബാങ്കിംഗ് മേഖലയുടെ വളർച്ച ലക്ഷ്യമിടുന്ന നിപ്പോൺ ഇന്ത്യ ETF ബാങ്ക് ബീസ്, സ്വർണത്തിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാൻ സഹായിക്കുന്ന SBI ഗോൾഡ് ETF, വിവര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിൽ പങ്കാളികളാകാൻ സഹായിക്കുന്ന SBI ETF IT എന്നിവയും വിപണിയിലെ ജനപ്രിയമായിട്ടുള്ള ഓപ്ഷനുകളാണ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും റിസ്ക് എടുക്കാനുള്ള ശേഷിക്കും അനുസരിച്ച് ഇവയിൽ നിന്നും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുകൊണ്ട് വലിയ അറിവില്ലെന്ന കാരണത്താൽ ഇനി ഷെയർ മാർക്കറ്റിനെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇന്ന് തന്നെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിച്ച് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഈ മികച്ച ETF-കളിലൂടെ നിങ്ങളുടെ നിക്ഷേപ യാത്രയ്ക്ക് തുടക്കം കുറിക്കൂ.